Hello everyone. So today we are going to discuss about the electrophilic substitution reaction mechanism. നിങ്ങൾ +1 ഹൈഡ്രോകാർബൺസിൻ്റെ ചാപ്റ്ററിനകത്ത് ഏറ്റവും ലാസ്റ്റിലേക്ക് കാണപ്പെടുന്ന ഒരു സെക്ഷനാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾക്ക് SE എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ മെക്കാനിസത്തിൽ 3 സ്റ്റെപ്സ് നമുക്ക് പഠിക്കാനുണ്ടാവും. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. E+ മീൻസ് ഇലക്ട്രോഫൈൽ ആണ്. 2 ഫോർമേഷൻ ഓഫ് കാർബോകാറ്റോൺ ഇൻ്റർമീഡിയറ്റ്. C+ എന്ന് പറഞ്ഞാൽ എന്താ? കാർബോകാറ്റോൺ ആണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കാർബോകാറ്റോൺ ഫോം ചെയ്യപ്പെടണം. തേർഡ് സ്റ്റെപ്പിൽ റിമൂവൽ ഓഫ് H+ ഫ്രം ദ കാർബോകാറ്റോൺ ഇൻ്റർമീഡിയറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 സ്റ്റെപ്സ്. അപ്പോൾ ഓരോ സ്റ്റെപ്സും ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇനി അതോടൊപ്പം നമുക്കറിയാം 5 റിയാക്ഷൻസ് പഠിക്കാനുണ്ട് നമുക്ക്. ഏതൊക്കെ 5 റിയാക്ഷൻസ്? ഹാലോജനേഷൻസ്, ഫ്രെൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, അസൈലേഷൻ, നൈട്രേഷൻ ആൻഡ് സൾഫണേഷൻ. ഈ 5 റിയാക്ഷൻസിലും നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻ്റ് ആരൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഞാനിവിടെ ഈ പറഞ്ഞ 3 സ്റ്റെപ്സ് ഞാൻ ഇവിടെ തൽക്കാലം മാറ്റി വയ്ക്കുവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയേണ്ടത് ഏതൊക്കെയാണ് ആ റിയാക്ഷൻസ്, അതോടൊപ്പം ആ റിയാക്ഷൻസിൽ ഉപയോഗിക്കുന്ന റിയേജൻറ്റുമാണ് എനിക്ക് ഫസ്റ്റ് വേണ്ടത്. ഓക്കെ, സോ സ്റ്റെപ്പ് 1ന് മുന്നേ ഞാൻ എന്ത് ചെയ്യാണ്, അവന്മാരൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് പറയാൻ പോവാണ് കേട്ടോ. സോ ഹാലോജനേഷൻസ്. ഇൻ കേസ് ഓഫ് ഹാലോജനേഷൻ റിയാക്ഷൻ നമുക്ക് വേണ്ടയാൾ എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് വേണ്ടത് ആരാ? ക്ലോറിനാണ്. ആര് വേണം? ക്ലോറിൻ. കാരണം നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് ഏതാ? ക്ലോറിനേഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് ബ്രോമിനൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള കേസിൽ ക്ലോറിനാണ്. സോ ഞാൻ എന്ത് ചെയ്തു? ആസ് എ ഹാലോജൻ ക്ലോറിൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആര് വേണം? അൻഹൈഡ്രസ് AlCl3 വേണം. ആര് വേണം? അൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് വേണം. ഓക്കെ, ശരി. നെക്സ്റ്റ് ഫ്രെൽക്രാഫ്റ്റ് ആൽക്കൈലേഷനും അസൈലേഷനും ഹാലോജനേഷൻ എല്ലാത്തിലും കോമൺ ആണ് ആര്? നമ്മുടെ ഈ പറയുന്ന അൻഹൈഡ്രസ് AlCl3. ഇൻ കേസ് ഓഫ് ഹാലോജനേഷൻ ആര് വേണം? ക്ലോറിൻ വേണം. ഇൻ കേസ് ഓഫ് ആൽക്കൈലേഷൻ ആര് വേണം എന്നറിയോ? ഒരു ആൽക്കൈൽ ഹാലൈഡ് വേണം. ഞാൻ ആസ് എൻ എക്സാമ്പിൾ ആരെ എടുക്കുകയാണ്? CH3Cl എടുക്കുകയാണ്, അഥവാ ക്ലോറോ മീഥെയിൻ എടുക്കുവാണ്. പിന്നെ അതിൻ്റെ കൂടെ വീണ്ടും ആര് വേണം? അൻഹൈഡ്രസ് AlCl3. അൻഹൈഡ്രസ് എഴുതി കാണിച്ചിട്ടില്ല, എഴുതി കാണിക്കണം കേട്ടോ. അൻഹൈഡ്രസ് AlCl3. അതേപോലെ ഇൻ കേസ് ഓഫ് അസൈലേഷൻ, ഫ്രെൽക്രാഫ്റ്റ് അസൈലേഷൻ, അതിൽ നമുക്കൊരു അസൈൽ ഗ്രൂപ്പുള്ള ആൾ വേണം. എന്താ അസൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി നമ്മൾ കാണിക്കുകയാണെങ്കിൽ RC+O. ഇങ്ങനൊരു ഗ്രൂപ്പിലുള്ള ആളുടെ പേരാണ് എന്ത്? അസൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരി, സോ ഇവിടെ നമുക്ക് Cl ഞാൻ കൊടുത്തു. അപ്പോൾ ഇത് യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത്, ഇവിടെ നമ്മൾ വെക്കാറുള്ളത് ആരെയാ? CH3 ആക്കുക. സോ CH3COCl എന്നാണ് ഞാൻ തൽക്കാലം കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഐ ആം ഗോയിങ് ടു ഗിവ് CH3COCl ഇൻ പ്രസൻസ് ഓഫ് ആര് തന്നെയാടാ? അൻഹൈഡ്രസ് AlCl3 ആണ്. അടുത്തതാരാ? നൈട്രേഷൻ റിയാക്ഷൻ ആണ്. ഇൻ നൈട്രേഷൻ റിയാക്ഷൻ വി വാണ്ട് നൈട്രേറ്റിംഗ് മിക്സ്ചർ, അഥവാ ഇറ്റ് ഈസ് ദ mixture of concentrated HNO3 plus concentrated H2SO4 ആണ്. ഓക്കെ, റെഡി. ഇനി നമുക്കുള്ളത് ഏതാടാ? സൾഫണേഷൻ റിയാക്ഷൻ ആണ്. ഇൻ സൾഫണേഷൻ റിയാക്ഷൻ നമുക്ക് വേണ്ടത് ആരാ? കോൺസെൻട്രേറ്റഡ് H2SO4 കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിയേജൻസ്. ഇത്രയും റിയാക്ഷൻസിൽ നമുക്ക് ഓരോ റിയേജൻസിന് ആവശ്യമുണ്ട്. ഇനി ഈ പറയുന്ന റിയേജൻറ്റുകൾ വഴിയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുക. എന്ന് വെച്ചാൽ ഈ പറയുന്ന ക്ലോറിൻ റിയാക്ട് ചെയ്യും വിത്ത് അൻഹൈഡ്രസ് AlCl3. ഇവിടെ ഇവൻ ഇങ്ങോട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ ഓരോ സമയത്തും ഓരോ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യും? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള ഇലക്ട്രോഫൈൽ, അവനാണ് ആദ്യം ഉണ്ടാവേണ്ടത്. സോ നമുക്ക് സ്റ്റെപ്പ് 1ലേക്ക് കടക്കാം. ഓക്കെ, ഇനി നോക്കടാ. ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ ആണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ റിയാക്ഷൻസിനും വേണ്ട കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോഫൈൽ അവിടെ ഫോം ചെയ്യപ്പെടണം. ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഇൻ കേസ് ഓഫ് ഹാലോജനേഷൻ അവിടെ ഫോം ചെയ്യുന്ന ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ അത് Cl+ ആണ്, അല്ലെങ്കിൽ നമുക്ക് X+ എന്ന് പറയാം. ഇതിൻ്റെ പേരെന്താ വിളിക്കാന്നറിയോ? ഇതിൻ്റെ പേര് ക്ലോറോണിയം അയോൺ. എന്താ വിളിക്കുക? ക്ലോറോണിയം അയോൺ ആണ് വിളിക്കുക. ആൻഡ് ഇൻ കേസ് ഓഫ് ഫ്രെൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണെങ്കിൽ നമ്മൾ വിളിക്കുക കാർബോകാറ്റയോൺ. നമ്മൾ R+ എന്നാണ് കാണിക്കുക. നമുക്കത് എന്താക്കി എടുക്കാം? CH3+ ആക്കി എടുക്കാം, അഥവാ മിഥൈൽ കാർബോകാറ്റയോൺ ആക്കി എടുക്കാം. നെക്സ്റ്റ് ഇൻ കേസ് ഓഫ് അസൈലേഷൻ അവിടെ ഫോം ചെയ്യപ്പെടുന്ന
ഇലക്ട്രോഫൈലിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് RC+O+ ചാർജ് അഥവാ അസൈലിയം അയോൺ എന്നാണ് വിളിക്കുക. നമ്മൾ ACYLIUM ഇതോ അസൈലിയം അയോൺ എന്നാണ് വിളിക്കുക. ഇൻ കേസ് ഓഫ് നൈട്രേഷൻ അവിടെ നൈട്രോണിയം അയോൺ ആണ്, NO2+ ആണ് അവിടെ ഫോം ചെയ്യപ്പെടുന്ന ഇലക്ട്രോഫൈൽ. ഇൻ കേസ് ഓഫ് സൾഫണേഷൻ ഇറ്റ് ഈസ് സൾഫർ ട്രയോക്സൈഡ് SO3 ആണ് അവിടുത്തെ ഇലക്ട്രോഫൈൽ. സോ ഓരോ കേസിലുമുള്ള ഇലക്ട്രോഫൈൽസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു വന്നു. അപ്പോൾ അവരെങ്ങനെ ഉണ്ടാവണം നമുക്ക് നോക്കാം. എടാ, ഒന്നാമത്തെ കാര്യം ഇവിടെ ഫസ്റ്റ് 3 റിയാക്ഷൻസ് ഞാൻ കാണിച്ചില്ലേ, ഏതൊക്കെയാണ്? ഹാലോജനേഷൻ, ഫ്രെഡറിക് ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, അസൈലേഷൻ. 3 റിയാക്ഷൻസിലും ഇലക്ട്രോഫൈൽ ഫോം ചെയ്യപ്പെടുന്ന രീതി ഒരുപോലെയാണ്. ഇലക്ട്രോഫൈൽസ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. സോ ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് റിയാക്ഷൻ നമുക്ക് ആരാടാ? ക്ലോറിൻ ബോണ്ടില്ലേ, ശരിയല്ലേ? Cl2 മോളിക്യൂൾ എന്നത്തെ നമ്മൾ കാണിച്ചിരുന്നത് റിയേജൻറ്റ്. സോ ദാറ്റ് വിൽ റിയാക്ട് വിത്ത് അൻഹൈഡ്രസ് AlCl3, അലുമിനിയം ക്ലോറോമീറ്റർ റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ Cl ബോണ്ട് ബ്രേക്ക് ആവും, ഇത് ഹെട്രോലിറ്റിക്കലി ബ്രേക്ക് ആവും. അപ്പം ഈ Cl- ഈ ബോണ്ട് എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകടാ? ടു ദ AlCl3. അപ്പോൾ അവിടെ എന്താ ഫോം ചെയ്യാന്നറിയോ? ഒന്ന്, ഈ ബോണ്ട് നഷ്ടപ്പെട്ടാൽ അവൻ എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബിക്കം Cl+. അതിൻ്റെ പേരാണ് ഞാൻ ഇവിടെ പറഞ്ഞ ക്ലോറോണിയം അയോൺ. പ്ലസ് ബാക്കി എന്താ ഉണ്ടാവുക? AlCl4-. എന്താ ഉണ്ടായത്? AlCl4-. ഇതിൻ്റെ പേര് ടെട്രാ ക്ലോറോ അലുമിനേറ്റ് അയോൺ എന്നാണ് വിളിക്കുക. AlCl4- പേര്. ഇവിടെ നമുക്കുള്ള മേജർ ആയിട്ടുള്ള ആളാരാ? ഇലക്ട്രോഫൈലാണ്. അവൻ്റെ പേരെന്താ? ക്ലോറോണിയം അയോൺ. ഇതേ മെത്തേഡാണ് നമ്മൾ ഈ പറയുന്ന സെക്കൻഡും തേർഡ് റിയാക്ഷൻസിൽ. സോ ഞാൻ ഇവിടെ ഫസ്റ്റ് പറഞ്ഞു. ഇനി സെക്കൻഡ് റിയാക്ഷൻ ആരാടാ? ഇറ്റ് ഈസ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. അവിടെ നമ്മൾ എടുത്ത ആളാരാ? CH3Cl എടുത്തിരുന്നു. ഇറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് അൻഹൈഡ്രസ് AlCl3 അല്ലേ? സോ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇറ്റ് ഈസ് ഗോയിങ് ടു ഫോം വാട്ട്? ദിസ് Cl- ഗോ ടു AlCl3. എന്താ സംഭവിക്കാൻ പോണേ? അപ്പോൾ ഈ ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക? CH3+ ഉണ്ടാവും. കാർബണിൻ്റെ മുകളിൽ പ്ലസ് ചാർജ് വന്നാൽ കാർബോകാറ്റയോൺ. ആൻഡ് വി ഹാവ് ദാറ്റ് ആസ് ആൻ ഇലക്ട്രോഫൈൽ അല്ലേ? പ്ലസ് അവിടെ എന്താ ഉണ്ടായത്? വീണ്ടും AlCl4- ഉണ്ടായി. നെക്സ്റ്റ് മൂന്നാമതാരാ നമുക്കുള്ളത്? And the third one is ആരാടാ? It is അസൈലേഷൻ റിയാക്ഷൻ. അവിടെ നമ്മൾ എന്താ എഴുതി നേരത്തെ? CH3C+OCl. ഇതെന്താണ്? ഇതൊരു ആസിഡ് ക്ലോറൈഡ് ആണ് നമ്മൾ എടുത്തത് അല്ലേ? അസൈൽ ഗ്രൂപ്പ് അവിടെ ഉണ്ട്. CH3C+O പേരാണ് അസൈൽ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് അവിടെ ഉണ്ട്, അത്ര മതി. പ്ലസ് നമുക്ക് ആരുണ്ട്? അൻഹൈഡ്രസ് AlCl3 ഉണ്ട്. അതിൽ സംഭവിക്കാൻ പോണ എന്താ? ഇവിടെ ഉള്ള ഈ ബോണ്ട്, ഈ ക്ലോറിൻ ബോണ്ട് Cl- ആയിട്ട് എങ്ങോട്ട് പോവും? ഇങ്ങോട്ട് പോവും. സോ അവിടെ ബോണ്ട് നഷ്ടപ്പെട്ടില്ലേ? ആ ബോണ്ട് നഷ്ടപ്പെട്ട അവിടെ എന്താ ഉണ്ടാവുക? CH3C+O+. പിന്നെ അവിടെ എന്തുണ്ടാവും? AlCl4- ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിലും AlCl4- കോമൺ ആണ്. പ്ലസ് ഇവിടെ ആരാ ഉണ്ടായത്? അസൈലിയം അയോൺ. അവൻ്റെ പേര് ഞാനൊന്ന് സ്പെസിഫിക് ആയിട്ട് ഇവിടെ എഴുതി തരാം. ദ നെയിം ഓഫ് ദിസ് ഇലക്ട്രോഫൈൽ ഈസ് കോൾഡ് അസൈലിയം അയോൺ. അത് പഠിച്ചു വെക്കുക കേട്ടോ. സോ ഇൻ കേസ് ഓഫ് ഫ്രെഡറിക് ക്രാഫ്റ്റ് അസൈലേഷൻ വി ഹാവ് അസൈലിയം അയോൺ. മുകളിൽ കാർബോകാറ്റയോൺ, ഏറ്റവും ടോപ്പിൽ ക്ലോറോണിയം അല്ലെങ്കിൽ ഹാലോണിയം അയോൺ എന്ന് വിളിക്കാം. ഇനി നാലാമത്തെ റിയാക്ഷൻ നൈട്രേഷൻ റിയാക്ഷനകത്ത് ഇലക്ട്രോഫൈൽ ഉണ്ടാവണം എങ്ങനെ നോക്കണം നമുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ 2 പേരാണുള്ളത്. ഒന്ന് HNO3 ആണ് പ്ലസ് H2SO4. ഇവർ 2 പേരും കൂടെ റിയാക്ഷൻ നടക്കുമ്പോഴാണ് അവിടെ NO2+ അഥവാ നൈട്രോണിയം അയോൺ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഇലക്ട്രോഫൈൽ ഫോം ചെയ്യാൻ തന്നെ 2 സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് 1 നടക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റെപ്പ് 1 H2SO4-ഉം HNO3 പരസ്പരം റിയാക്ട് ചെയ്യും. അപ്പോൾ അവിടെ ആ റിയാക്ഷനിൽ HNO3 എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ് ഒരു ബേസിനെ പോലെ ബിഹേവ് ചെയ്യും, സൾഫ്യൂരിക് ആസിഡ് ഒരു ആസിഡിനെ പോലെ ബിഹേവ് ചെയ്യും. രണ്ടും ആസിഡ് തന്നെയാണ്, സ്ട്രോങ് ആസിഡ്സ് ആണ്. സൾഫ്യൂരിക് ആസിഡ് ഈസ് മച്ച് മോർ സ്ട്രോങ്ങർ ദാൻ ദാറ്റ് ഓഫ് ദ നൈട്രിക് ആസിഡ്. അപ്പോൾ അതുകൊണ്ട് നൈട്രിക് ആസിഡ് അവിടെ ഒരു ബേസിനെ പോലെ ബിഹേവ് ചെയ്യും, സൾഫ്യൂരിക് ആസിഡ് ആസിഡിനെ പോലെ ബിഹേവ് ചെയ്യും. അത് ഇൻട്രസ്റ്റിംഗ് കേസാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ തരുന്നത് ഇപ്പോൾ H2SO4 അല്ലേ. അപ്പോൾ എനിക്ക് വേണ്ട രൂപത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഇതിനെ മാറ്റാണ്. സോ ഇവിടെ OH അങ്ങനെയല്ലേ ഉണ്ടാവുക? ശരി, ഇത് H2SO4 അല്ലേ? H 2 H ഇല്ലേ? ദെൻ 3+1 3 1 4 ഓക്സിജൻ ഇല്ലേ? സൾഫറുണ്ട്. സോ H2SO4 തന്നെയാണ്. പ്ലസ് ഇവിടെ ഞാൻ ആരെ കാണിക്കുകയാണ്? HNO3 കാണിക്കുകയാണ്. ആൻഡ് ഐ ഹാവ് ദിസ്
ഓക്കെ, ഇപ്പോൾ ഇത് HNO3 തന്നെയല്ലേ? ഇതാ 2 1 3 ഓക്സിജൻസ് ഉണ്ട്, ഒരു H ഉണ്ട്, N ഉണ്ട്. സോ HNO3 ആണ്. ഞാൻ എനിക്ക് വേണ്ട ഇതിൽ നിന്ന് മാറ്റി കാണിച്ചു എന്ന് മാത്രം. ഇനി ഈ റിയാക്ഷനകത്ത് സംഭവിക്കാൻ പോണ എന്താടാ? നമുക്കറിയാം ഇവിടെ ഓക്സിജൻ്റെ മുകളിൽ എന്തുണ്ട്? ലോൺ പെയർസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ? ഈ പറയുന്ന ആൾ നൈട്രിക് ആസിഡ് ആസിഡ്, പക്ഷേ ഇവിടെ എന്ത് ചെയ്യാണ്? ഇയാൾ ബേസിനെ പോലെ ബിഹേവ് ചെയ്യാണ്, ഇയാൾ എന്തേ പോലെ ബിഹേവ് ചെയ്യാണ്? ആസിഡിനെ പോലെ ബിഹേവ് ചെയ്യുക. ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? H+ കൊടുക്കുന്നവനും, ബേസ് എന്താ? H+ വാങ്ങുന്നവനുമാണ്. സോ ഈ ലോൺ പെയർ എന്ത് ചെയ്യും? ഈ H+ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഈ ബോണ്ട് എവിടേക്ക് വരും? ഓക്സിജൻ്റെ മുകളിലേക്ക് വരും. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? ഒന്ന് ഇവിടെ എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബിക്കം HSO4- പ്ലസ് ഇതെന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബിക്കം HOHNO2. ഇവിടെ എന്ത് വരുടാ? പ്ലസ് ചാർജ് വരും. മനസ്സിലായോ? കാരണം ഈ ലോൺ പെയർ എടുത്ത് ഇവിടെ കൊടുത്തില്ലേ, അങ്ങനെയല്ല H അങ്ങോട്ട് വന്നേ. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ഓക്സിജൻ്റെ മുകളിൽ പ്ലസ് ചാർജ് വന്നു. ഓക്സിജൻ്റെ മുകളിൽ പ്ലസ് ചാർജ് വന്നാൽ അത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുക? സ്റ്റെപ്പ് 2-ൽ അവിടെ നിന്ന് ഈ ബോണ്ട് പൊട്ടിക്കും. അഥവാ ഈ ഓക്സിജന് വേണ്ടതല്ലേ ബോണ്ട് ഉണ്ടാക്കിയേ. അപ്പോൾ ഈ ബോണ്ട് പൊട്ടി എങ്ങോട്ടാണ് പോവുക? ടുവേർഡ്സ് ഓക്സിജൻ. കാരണം എന്താ? ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് നൈട്രജൻ. അപ്പോൾ ഈ ബോണ്ട് പൊട്ടിച്ചിട്ട് ആരടുത്തേക്ക് വരും? ഓക്സിജൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ അവിടെ നിന്ന് ആരെ റിമൂവ് ആയിപ്പോയത്? H2O റിമൂവ് ആയിപ്പോ. സോ നമുക്ക് സ്റ്റെപ്പ് 2-ലേക്ക് കിടക്കാം. സോ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കാം അല്ലേ? സ്റ്റെപ്പ് 2 നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഉണ്ടായിരിക്കുന്ന ലാസ്റ്റ് സ്പീഷീസിൽ നിന്ന് വരയ്ക്കാം. ലാസ്റ്റ് സ്പീഷീസ് ആരായിരുന്നു? സ്റ്റെപ്പ് 2-ൽ നമുക്ക് വരയ്ക്കേണ്ടത് HOHNO2. ഇവിടെ എന്തുണ്ട്? പ്ലസ് ചാർജ് ഉണ്ട്. ഞാൻ എന്താ പറഞ്ഞിരുന്നേടാ? ഈ ബോണ്ട് പൊട്ടിയിട്ട് എങ്ങോട്ട് പോവും? ഓക്സിജൻ്റെ മുകളിലേക്ക് പോവും. അപ്പോൾ അവിടെ 4 റിമൂവ് ആയി പോവും, -H2O പോവും. ഇനി ഈ ബോണ്ട് നഷ്ടപ്പെട്ടാൽ നൈട്രജൻ്റെ മുകളിൽ എന്ത് ചാർജ് വരും? പ്ലസ് ചാർജ് വരും. ശരിയല്ലേ? അപ്പോൾ അവിടെ കിട്ടിയ ആളതാ NO2+. അതിൻ്റെ പേരാണെന്ത്? നൈട്രോണിയം അയോൺ. ഓക്കെ, എന്താ വിളിക്കുക? നൈട്രോണിയം അയോൺ. അപ്പോൾ അത് കൃത്യമായി മനസ്സിലായിരിക്കുന്നു. ഓക്കെ, ഇനി 4-മത്തേത് കഴിഞ്ഞു. അടുത്ത ഏതാ? 5 ഏതാടാ? സൾഫോണേഷൻ. സോ നമുക്ക് അതിലേക്ക് നോക്കാം. അപ്പോൾ 5-മത്തെ റിയാക്ഷൻ സൾഫോണേഷൻ ആണ്. അവിടെയും നമുക്ക് എന്താ ചെയ്യാനുള്ളത്? സൾഫ്യൂരിക് ആസിഡ് വിൽ പ്രൊവൈഡ് യു ആൻ ഇലക്ട്രോഫൈൽ. അതേതാ? സൾഫ്യൂരിക് ആസിഡ്, സോറി, സൾഫർ ട്രയോക്സൈഡ് ആണ്. അപ്പോൾ അതെങ്ങനെ ഫോം ചെയ്യുന്നത് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. സൾഫോണേഷൻ റിയാക്ഷനിൽ ആരാണ് ഇലക്ട്രോഫൈൽ? SO3 ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ സൾഫർ ട്രയോക്സൈഡ് ഗ്രൂപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? സെക്കൻഡ് സ്റ്റെപ്പ്. അഥവാ നമ്മൾ പറഞ്ഞു നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് ഓരോ കേസിലും. ഇനി എങ്ങനെയാണ് അടുത്ത കേസിൽ കാർബോകാറ്റയോൺ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ്, ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ. അപ്പം നമുക്ക് ഈ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സ്ഥലം ഏതാണ്? അതൊരു ബെൻസീൻ റിംഗ് ആണ്, ആരോമാറ്റിക് ആയിട്ടുള്ള റിംഗ് ആണ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ആ ഇലക്ട്രോഫൈൽ വരുന്ന അറ്റാക്ക് ഒന്ന് കാണിക്കുകയാണ്. ഇവിടെ നമുക്ക് ബെൻസീൻ റിംഗ് ഉണ്ട്. ദിസ് ബെൻസീൻ റിംഗ് ഈസ് ഗെറ്റ് അറ്റാക്ക്ഡ് ബൈ ദ ഇലക്ട്രോഫൈൽ. അപ്പം നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ഇലക്ട്രോഫൈൽസും ഇവിടേക്കാണ് അറ്റാക്ക് ചെയ്യാൻ വരിക. അങ്ങനെ ആ ഇലക്ട്രോഫൈൽ അവിടെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ഫോം ചെയ്യുക? അറീനിയം അയോൺ. എന്താ വിളിക്കുക നമ്മൾ? അറീനിയം അയോൺ, അല്ലെങ്കിൽ അതാണ് അവിടുത്തെ എന്ത്? നമ്മുടെ കാർബോകാറ്റയോൺ എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ ഈ റിയാക്ഷനിൽ ഇലക്ട്രോഫൈലുമായിട്ട് എങ്ങനെയാണ് റിയാക്ഷനിൽ ഇയാൾ പങ്കെടുക്കാൻ വരുന്നത്? ഈ ബെൻസീൻ റിങ്ങിനകത്ത് പൈ ബോണ്ട് ഉണ്ട്. ദിസ് പൈ ബോണ്ട് വിൽ ടേക്ക് ദിസ് ഇലക്ട്രോഫൈൽ. നമ്മളെങ്ങനെ പറയുമ്പോൾ എങ്ങനെ പറയുക? ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന പറയുക. അപ്പോൾ നിങ്ങൾ ആരോ കാണിക്കുമ്പോൾ എപ്പോഴും പൈ ബോണ്ടിൽ നിന്ന് പ്ലസ് ചാർജിലേക്ക്, അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് ആയുള്ള സ്ഥലത്ത് നിന്ന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയ സ്ഥലത്തിലേക്ക് എന്ത് ചെയ്യണം? കാണിക്കണം, ആരോ കാണിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് എന്താ കിട്ടാൻ പോകുന്നതാ? സോ ഹിയർ വി ഹാവ് ദിസ് അറീനിയം അയോൺ. എങ്ങനെയാണ് ഉണ്ടാവുക? ഇവിടെയും നമുക്ക് പൈ ബോണ്ട് ഉണ്ട്, അവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെയുള്ള പൈ ബോണ്ട് എടുത്ത് ഉപയോഗിച്ച് പോയില്ലേ? അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ത് വരും? പ്ലസ് ചാർജും. ഈ ബോണ്ടിൽ ആരും കയറി? ഇലക്ട്രോഫൈൽ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ഒരാൾ വന്നിട്ടുണ്ട് അവിടെ, ശരിയല്ലേ? അപ്പോൾ ആ പൈ ബോണ്ട് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവിടെ പ്ലസ് ചാർജും വന്നു. ഇനി ഇത് എന്തായിട്ട് മാറണം? ഇറ്റ് വിൽ ബിക്കം സബ്സ്റ്റിറ്റ്യൂഷൻ. എന്ന് വെച്ചാൽ ആ ഇലക്ട്രോഫൈൽ വന്നതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി പോകാനുണ്ട് ഇനി. ഓക്കെ, അപ്പോൾ ഒരാൾ വന്ന് മറ്റൊരാൾ പോകുമ്പോഴാണ് എന്ത് വിളിക്കുക? സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം എന്താ വിളിക്കുക? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സോ ഇവിടെ ഇലക്ട്രോഫൈൽ വന്നു, ഇനി ഒരാൾ പോകാനുണ്ട്. അതെപ്പോഴാണ് പോവുക? സ്റ്റെപ്പ് 3 പോവുക. നമുക്ക് നോക്കാം എങ്ങനെ സംഭവിക്കാൻ പോകണമെന്ന് കേട്ടോ.
ഇനി നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇലക്ട്രോഫൈൽ നിൽക്കുന്ന കാർബൺ ഇപ്പം എന്ത് കാർബണാണ്? അത് sp3 കാർബണാണ്. എപ്പോഴും നമ്മൾ sp3 വിളിക്കുക ആ കാർബണിൻ്റെ മുകളിലുള്ള 4 ബോണ്ടും സിംഗിൾ ബോണ്ടാണ് എങ്കിലല്ലേ വിളിക്കുക ആ പേര്. അപ്പോൾ നമ്മൾ നോക്കിക്കേ, സോ ഇവിടെ നമുക്കൊരു എച്ച് കൂടെ ഉണ്ടാവും അല്ലേ? ആ എച്ച് നോക്കണ സമയത്ത് ദിസ് കാർബൺ ഈസ് ഹാവിങ് 4 സിംഗിൾ ബോണ്ട്സ്. അതുകൊണ്ട് ഇയാൾ എന്ത് കാർബണാ? sp3 കാർബണാ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി നിലവിൽ ഈ ബെൻസീൻ റിങ്ങിൻ്റെ ആരോമാറ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബെൻസീൻ റിങ് എന്ന് പറയുന്ന ആൾ ആരോമാറ്റിക് ആണ്. അയാൾ ഹക്കൽ റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. സൈക്ലിക് പ്ലെനാർ കോൺജുഗേറ്റഡ് ആൻഡ് 4n+2 പൈ ഇലക്ട്രോൺ ഫോളോ ചെയ്യുന്ന ആളല്ലേ. പക്ഷേ ഇപ്പോൾ അയാൾക്ക് sp3 കാർബൺ വന്നു, പ്ലെനാരിറ്റി നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ അയാളുടെ കോൺജുഗേഷൻ അല്ലെങ്കിൽ ഡീലോക്കലൈസേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കംപ്ലീറ്റ് വരുമോ? ഇല്ല. 4n+2 പൈ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട് അയാൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഇപ്പം എന്തല്ല? ആരോമാറ്റിക് അല്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? അയാൾക്ക് ആരോമാറ്റിക് ആയിട്ട് മാറണം. അതാണ് നമ്മൾ എന്തിൽ പറയാം? സ്റ്റെപ്പ് 3 പറയാം. അപ്പം നമുക്കിവിടെ ഈ ഫോം ചെയ്തിരിക്കുന്ന ആളില്ലേ, ഇയാളുടെ പേരാണ് എന്താടാ? അറീനിയം അയോൺ. ആ ഒരു അറീനിയം അയോൺ നിലവിൽ കുറച്ചൊക്കെ സ്റ്റേബിൾ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ എന്ന്. സോ ഞാൻ ഇവിടെ അതിൻ്റെ സ്ട്രക്ചേഴ്സ് ഒന്ന് കാണിക്കാം. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആളിങ്ങനെ അല്ലടാ, ഇറ്റ് ഈസ് ഹാവിങ് എ പ്ലസ് ചാർജ്, ഹിയർ വി ഹാവ് ആൻ ഇലക്ട്രോഫൈൽ. ശരിയല്ലേ? ഇനി നെക്സ്റ്റ് കേസ് എങ്ങനെ വരാൻ പറ്റും? ഈ ഇലക്ട്രോഫൈലിൽ ദിസ് പൈ ബോണ്ട് ക്യാൻ കം ഹിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്ലസ് ചാർജ് എന്ത് ചെയ്യും? തൊട്ടിപ്പുറത്തേക്ക് വരും. ശരിയല്ലേ? സോ നമുക്കൊന്ന് കാണിക്കാം അതല്ലേ? ഓക്കെ, സോ നൗ ഐ ആം ഷോയിങ് ദ സെക്കൻഡ് സ്ട്രക്ചർ. അപ്പോൾ ഇലക്ട്രോഫൈൽ അവിടെ തന്നെ ഉണ്ടാകും. നമുക്ക് വേഗം കാണിക്കാം. സോ ഇവിടെ പൈ ബോണ്ട് മുകളിലേക്ക് പോയില്ലേ? മുകളിലേക്ക് വന്നു. താഴത്തെ പൈ ബോണ്ട് അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ മാറ്റം എന്താടാ? ഹിയർ ദ പ്ലസ് ചാർജ് ഈസ് ഇൻ ദിസ് പൊസിഷൻ. അത് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വന്നില്ലേ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ദിസ് പൈ ബോണ്ട് ക്യാൻ കം ഹിയർ. അപ്പോൾ എന്ത് ചെയ്യും? പ്ലസ് ചാർജ് തൊട്ടപ്പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതുകൂടെ ഒന്ന് കാണിക്കാം. ഓക്കെ, ദിസ് തേർഡ് റെസൊണൻസ് സ്ട്രക്ചർ ഈസ് ദിസ് വൺ വിത്ത് പ്ലസ് ചാർജ് ഹിയർ, ഇലക്ട്രോഫൈൽ ഹിയർ. അപ്പോൾ ഈ 3 സ്ട്രക്ചേഴ്സും കൂടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഒരു ഹൈബ്രിഡ് സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക് ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ? ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് അല്ലേ? ഇനി ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ, ഈ പ്ലസ് ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇതിൻ്റെ ഓർത്തോ പൊസിഷനിലും അതേപോലെ തന്നെ അതിൻ്റെ പാരയിലും അതിൻ്റെ അടുത്ത ഓർത്തോയിലൊക്കെ കാണപ്പെടുന്നുണ്ട്. വിച്ച് മീൻസ് ഇതിങ്ങനെ കറയും കളിച്ചെടുത്തും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ റെപ്രസെൻറ്റ് ദിസ് അറീനിയം അയോൺ ആസ് ദിസ്. മനസ്സിലായോ? ഇത്രയും സ്ഥലത്ത് കിടന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് ഡീലോക്കലൈസിങ്. ആ പൈ ബോണ്ടും പ്ലസ് ചാർജും തമ്മിൽ എന്തിലാണ്? ദേ ആർ ഇൻ ഡീലോക്കലൈസേഷൻ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാം. സോ വി ക്യാൻ സേ ദിസ് അറീനിയം അയോൺ, അല്ലെങ്കിൽ വേറെ പേരെന്ന് വിളിക്കുക സിഗ്മ കോംപ്ലക്സ്. എന്താ വിളിക്കുക? നമ്മൾ സിഗ്മ കോംപ്ലക്സ് എന്നും വിളിക്കും. ആ ഒരു സിഗ്മ കോംപ്ലക്സ് എന്താണ്? സ്റ്റെബിലൈസ്ഡ് ആണ് ഡ്യൂ ടു റെസൊണൻസ്. ഓക്കെ, ശരി. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? തേർഡ് സ്റ്റെപ്പാണ്. ആ തേർഡ് സ്റ്റെപ്പിലാണ് ഞാൻ പറഞ്ഞ നഷ്ടപ്പെട്ട ആരോമാറ്റിസിറ്റി തിരിച്ചു പിടിക്കുക. അഥവാ അവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞ തേർഡ് സ്റ്റെപ്പ്, റിമൂവൽ ഓഫ് H+ ഫ്രം ദ കാർബോകാറ്റോൺ ഇന്റർമീഡിയേറ്റ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തേർഡ് സ്റ്റെപ്പ്. നോക്കാം നമുക്ക്. സ്റ്റെപ്പ് 3 എന്താ പറഞ്ഞ ഞാൻ? റിമൂവൽ ഓഫ് പ്രോട്ടോൺ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോ നമുക്ക് അവിടെ നിന്ന് ആരെ റിമൂവ് ചെയ്യണം? H+നെ റിമൂവ് ചെയ്യണം. H+ൻ്റെ പേരല്ലേ പ്രോട്ടോൺ എന്ന് പറയുന്ന സാധനം അല്ലേ? അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ആളാരായിരുന്നു? ഇറ്റ് വാസ് എ സിഗ്മ കോംപ്ലക്സ്, അല്ലെങ്കിൽ നമ്മൾ വിളിച്ച പേരെന്താ? അറീനിയം അയോൺ എന്നാണ് വിളിച്ചത് അല്ലേ? അപ്പോൾ അവിടെ ഇലക്ട്രോഫൈലിൻ്റെ ആ ഒരു അവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടില്ലേ? സോ ആ ഗ്രൂപ്പ് അവിടെയുണ്ട്. ദെൻ ഇവിടെ നമുക്ക് പ്ലസ് ചാർജ് ഉണ്ട്. ആൻഡ് ഹിയർ വി ഹാവ് ദാറ്റ് പൈ ബോണ്ട്. ശരിയല്ലേ? അപ്പോൾ അതാണ് സിഗ്മ കോംപ്ലക്സ് അല്ലെങ്കിൽ അറീനിയം അയോൺ. ഇനി H+ എവിടെ നിന്നാണ് പോവുക? H+ നമുക്കറിയാം, ഈ ഇലക്ട്രോഫൈൽ ജോയിൻ ചെയ്ത അതേ കാർബണിൻ്റെ മുകളിൽ നമുക്കൊരു H അവൈലബിൾ ആണ് അല്ലേ? നമ്മൾ നേരത്തെ വരച്ച് കാണിച്ചിരുന്നു. അത് sp3 കാർബൺ എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വരച്ച് കാണിച്ചൊരു H ഉണ്ടായിരുന്നു അല്ലേ? ആ H അവിടെയുണ്ട്. അവനാണ് H+ ആയിട്ട് പുറത്തേക്ക് പോണത്. അപ്പോൾ അവനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ആൾ ആരാന്ന് നമുക്ക് നോക്കാം.
അല്ലേ? നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു ചില ആളുകളോട് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇൻ കേസ് ഓഫ് ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് 3 റിയാക്ഷൻസ് ഏതൊക്കെയാണ്? നമ്മുടെ ഹാലോജിനേഷൻ, ഫ്രെഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, അസൈലേഷൻ പറഞ്ഞില്ലായിരുന്നോ? ഈ 3 റിയാക്ഷൻസിലും അവിടെ ഉണ്ടായ ആളായിരുന്നു AlCl4- അഥവാ ടെട്രാ ക്ലോറോ അലുമിനേറ്റ് അയോൺ. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇല്ലേ? അയാൾ നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാം. ആരാടാ? AlCl4-. ഈ ചങ്ങാതിയാണ് എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഈ H+നെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന ആൾ. ഓക്കെ, നമുക്ക് നോക്കാം. ദിസ് നെഗറ്റീവ് ചാർജ് വിൽ ടേക്ക് ദിസ് H+. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള ബോണ്ടില്ലടാ, ദിസ് ബോണ്ട് വിൽ ഗോ ടു ദിസ് കാർബൺ ബോണ്ട്, അഥവാ ആ സിഗ്മ ബോണ്ടിനിടയിലേക്ക് എന്ത് ചെയ്യും? ആ ബോണ്ട് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും എന്നറിയോ? ഈ ബെൻസീൻ റിങ്ങിൻ്റെ ആരോമാറ്റിസിറ്റി അവിടെ റീഗെയിൻ ചെയ്യപ്പെടും. അതോടൊപ്പം ഈ പറയുന്ന AlCl4- സ്പ്ലിറ്റ് ആവും. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ പോലെയുള്ള AlCl3 ആകും. അതോടൊപ്പം എന്തും ഫോം ചെയ്യും? HCl-ഉം ഫോം ചെയ്യപ്പെടും. അപ്പോൾ ഫസ്റ്റ് 3 റിയാക്ഷൻസിൽ ഞാൻ പറഞ്ഞിരുന്ന ആൾ ആരായിരുന്നു? അത് AlCl4- ആണ് അതിൻ്റെ കൂടെ പോകുന്നിരുന്നത് അല്ലേ? ആ ചങ്ങാതി വീണ്ടും വന്ന് എന്ത് ചെയ്യും? H+നെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതൊരു കേസാണ്. സോ അത് മനസ്സിലായല്ലോ അല്ലേ? അപ്പം വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി സെക്കൻഡ് കേസ് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടിരുന്നു നൈട്രേഷൻ റിയാക്ഷനിൽ ഉണ്ടായിരുന്ന അവിടെ ആസ് എ പാർട്ട് ഓഫ് ബൈ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടായിരുന്ന ആളായിരുന്നു HSO4-. ആരാടാ? HSO4-. ഓർക്കുന്നുണ്ടോ? ഇയാളും അതേപോലെ വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ടേക്ക് ദ H+. എന്നിട്ട് ഇനി അതിന് ശേഷം ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്, ഇതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ വ്യത്യാസം ഉണ്ടാവും. HSO4- ആണെങ്കിൽ പിന്നെ അവിടെ ഉണ്ടാവുന്നത് ആരാ? +H2SO4 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞു വന്നു വിത്ത് ഓൾ ദീസ് റിയാക്ഷൻസ്. അപ്പോൾ റിയാക്ഷൻ എന്താ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ മെക്കാനിസം മനസ്സിലാക്കി വെക്കുക. അതൊരു തവണ നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ PYQ ചോദിച്ചിരുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ മെക്കാനിസം എല്ലാം പഠിച്ചു വെക്കണം. ഇതേ റിയാക്ഷൻസ് +2-ൽ പല ചാപ്റ്റേഴ്സിലും, അഥവാ എസ്പെഷ്യലി ഞങ്ങളുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിനകത്ത് 4 പാഠവും കോർ ഓർഗാനിക് ചാപ്റ്റേഴ്സാണ്. ആ 4 ചാപ്റ്റേഴ്സിലും ഇതിൻ്റെ പല ടൈപ്പ് ഓഫ് റിയാക്ഷൻസും ആവശ്യമായിട്ട് വരും. +2ലേക്ക് കൂടെ കണ്ടുകൊണ്ട് എക്സാം മാത്രമല്ലാതെ പഠിച്ചു വയ്ക്കുക. ഇനി നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്, നീറ്റ്, JEE അല്ലാത്ത എക്സാമിനേഷൻസ് ഒക്കത്തിനും ഈ മെക്കാനിസം ഒക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ശരി, താങ്ക് യു.